കഥ ഇലകൊഴിഞ്ഞ മരം. രചനയും അവതരണവും മാഗ്ലിൻ ജാക്സൺ. ശ്രീകുമാർ മുറിയുടെ ജനൽ അടികളിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്തെ തൊടികളിൽ ചീരയും വെണ്ടയും പലവിധ പച്ചക്കറികളും കായ്ച്ചു നിൽക്കുന്നു. മഴയിൽ ഇലകൾ ആടിക്കളിക്കുന്നത് കണ്ണിന് ഇമ്പമേകി. പക്ഷേ ഹൃദയത്തിൽ എരിയുന്ന കനൽ ഒരു മഴയ്ക്കും തണുപ്പിക്കാനാവില്ല. ശ്രീകുമാറിന്റെ ചിന്തകൾ പുറകോട്ടേക്ക് കൊണ്ടുപോയി. ശ്രീകുമാറിന് വിദേശത്തായിരുന്നു ജോലി. മൂത്ത മകനായതുകൊണ്ട് ഒത്തിരി പ്രാരാബ്ധങ്ങളുണ്ടായിരുന്നു തലയിൽ. സഹോദരിമാരുടെ വിവാഹം, വീട് പുതുക്കി പണിയണമായിരുന്നു. അങ്ങനെ എല്ലാ ഭാരവും ഇറക്കി വെച്ചു വിവാഹിതനായി. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം. കാലചക്രം ഓടിക്കൊണ്ടിരുന്നു. 2 മക്കളുടെയും വിവാഹം കഴിഞ്ഞു. സ്വന്തമായി ഒരു വീടും ഉണ്ടാക്കി. അതിൽ താമസവും തുടങ്ങി. ഇനി ഭാര്യയ്ക്കൊപ്പം ശിഷ്ട ജീവിതം നയിക്കണം. വിവാഹം കഴിഞ്ഞിട്ട് കൂടുതൽ കാലം അവൾക്കൊപ്പം ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. വാർദ്ധക്യത്തിലെങ്കിലും അവരുടെ കൂടെ കഴിയണം. തിരിച്ചു വരാനുള്ള വിസയ്ക്കായി കാത്തിരുന്നു. വിസയും ടിക്കറ്റും കിട്ടി. വർഷങ്ങളായി ഒരുമിച്ച് താമസിച്ചിരുന്ന കൂട്ടുകാരോട് യാത്ര പറയുമ്പോൾ നെഞ്ചിൽ എവിടെയൊക്കെയോ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. എയർപോർട്ടിൽ മക്കൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അമ്മുണിയുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ തിളക്കം. അവളുടെ മുടിയിൽ പലയിടത്തും വെള്ളി നൂൽ പോലെ വെളുത്ത മുടികൾ കാണാം. എന്റെ അമ്മിണി എത്ര സുന്ദരിയായിരുന്നു! ഇപ്പോൾ മുഖത്ത് എവിടെയൊക്കെയോ ചുളിവുകൾ വീണിരിക്കുന്നു. ഇത്രയും കാലം എല്ലാം മനസ്സിലൊതുക്കി പരിഭവം ഒന്നും പറയാതെ ജീവിച്ചത് കൊണ്ടാവാം പെട്ടെന്ന് അവളെ വാർദ്ധക്യം കവർന്നെടുത്തത്. മോളുടെ ശബ്ദം കേട്ടപ്പോഴാണ് താൻ നാട്ടിലെത്തിയല്ലോ എന്ന് മനസ്സിലായത്. ഏട്ടാ, യാത്രയ്ക്ക് സുഖമായിരുന്നോ? അതെ, ഇനി നിനക്കൊപ്പം ഞാനുണ്ടാകുമല്ലോ ജീവിതകാലം മുഴുവനും. ഞാൻ പറയുന്നത് കേട്ടിട്ട് അവളുടെ മുഖം സന്തോഷത്താൽ പുളകമണിഞ്ഞു. മക്കളൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയി. ഞാനും അമ്മിണിയും തനിച്ചായി. അവൾക്ക് പോകുവാനുള്ള അമ്പലങ്ങളുടെ ഒരു ലിസ്റ്റ് എന്റെ കയ്യിൽ തന്നു. ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെ ഒരു ആഗ്രഹം എന്നോട് പറയുന്നത്. അത് സാധിച്ചു കൊടുക്കണം. അവൾ തന്ന ലിസ്റ്റിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോയി. മാസങ്ങൾ പലത് കടന്നുപോയി. എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കണം. വെറുതെ വീട്ടിലിരുന്ന് ബോറടിച്ചു. എത്ര സമയമാണ് അവൾക്കൊപ്പം സംസാരിക്കുന്നത്? ഏട്ടന് വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ബോറടിക്കുന്നു അല്ലേ? എന്തെങ്കിലും ഒരു ജോലി അന്വേഷിക്ക്. അപ്പോൾ ബോറടിയൊക്കെ മാറി കിട്ടുമല്ലോ. അവൾ പറയുന്നത് ശരിയാണ്. എനിക്ക് കൂട്ടുകാരും തന്നെ ഇവിടെ ഇല്ല. അപ്പോൾ ഒരു ജോലി കിട്ടിയാൽ സമയം പോകുന്നത് അറിയില്ല. അങ്ങനെ ഒരു ജോലി ശരിയായി. തളർന്നുപോയ ഒരു പ്രായമുള്ള മനുഷ്യനെ കുഴമ്പ് തേച്ച് കുളിപ്പിക്കണം. വൈകുന്നേരം വരെ അയാൾക്ക് കൂട്ടിരിക്കണം. ദുബായിൽ ഒരു ഷോപ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. റൂമിൽ ഉണ്ടായിരുന്ന സൈദലിക്ക ഗുരുക്കളായിരുന്നു. അദ്ദേഹം തിരുമ്മലും ഉഴിച്ചിലും ഒക്കെ കൂടെ ജോലി ചെയ്യുന്നവരെ പഠിപ്പിച്ചു തന്നായിരുന്നു. അത് ഇപ്പോൾ ഒരു അനുഗ്രഹമായി. ജോലി കിട്ടിയ സന്തോഷം പറയാൻ വേണ്ടി വീട്ടിലെത്തി. അമ്മിണിയെ വിളിച്ചിട്ട് വിളി കേട്ടില്ല. കതക് തള്ളിയപ്പോൾ തുറന്നു. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് തനിയെ ഉള്ളപ്പോൾ കതക് പൂട്ടി കുറ്റിയിടണമെന്ന്. അകത്ത് കയറി നോക്കിയപ്പോൾ അമ്മിണിയെ എവിടെയും കാണുന്നില്ല. സ്റ്റോർ റൂമിന്റെ വാതുക്കൽ അവൾ കമിഴ്ന്നു കിടക്കുന്നു. ഉടനെ വണ്ടി വിളിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ ഹൃദയത്തിൽ ശൂലം തറച്ച പോലെ വേദന അനുഭവപ്പെട്ടു. അമ്മിണി 1 മണിക്കൂർ മുൻപ് ഹൃദയസ്തംഭനം മൂലം മരിച്ചിരിക്കുന്നു എന്ന്. അടിയന്തരമൊക്കെ കഴിഞ്ഞു മക്കൾ പോകാൻ നേരം, അച്ഛൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കണ്ട, ഞങ്ങൾക്കൊപ്പം പോന്നോളൂ. സാവധാനം ഈ വീട് വിൽക്കുകയും ചെയ്യാം. വേണ്ട മോളെ, അച്ഛന്റെ കൂടെ നിന്റെ അമ്മയുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട. അമ്മിണിയുടെ അടിയന്തരമൊക്കെ കഴിഞ്ഞു. ജോലിയിൽ പ്രവേശിച്ചു. ആഴ്ചകൾ കടന്നുപോയി. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ആ വീട്ടിലെ
കാർന്നോരുടെ മകന് ചെന്നൈയിലാണ് ജോലി. ഇവിടെ മരുമകളും 2 ചെറിയ കുട്ടികളും മാത്രമേ ഉള്ളൂ. എന്നും ഒരു ചെറുപ്പക്കാരൻ വരും, മരുമകളെ കൂട്ടി പുറത്തു പോകും, അല്ലെങ്കിൽ മുറിയിൽ കയറി കതകടയ്ക്കും. പിന്നെ മണിക്കൂറുകൾക്ക് ശേഷമാണ് പുറത്തു വരുന്നത്. മരുമകളുടെ ഈ അന്യ പുരുഷനുമായിട്ടുള്ള ബന്ധം കണ്ടിട്ട് മനസ്സിൽ അടച്ചു വയ്ക്കാൻ കഴിയുന്നില്ല. ഇവൾ ഭർത്താവിനെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്? ആരോടെങ്കിലും ഇതൊന്ന് പറയണം. മനസ്സിൽ കിടന്ന് വിങ്ങിപ്പൊട്ടുകയാണ്. കാലചക്രം ദ്രുതഗതിയിൽ ഓടിക്കൊണ്ടിരുന്നു. അവളുടെ ഭർത്താവിനോട് പറയുന്നതിലും നല്ലത് ഇവിടെ വരുന്നവനെ ഒന്ന് ഉപദേശിച്ചു നോക്കാം. അവളുടെ ഭർത്താവ് ഇതറിഞ്ഞാൽ എന്തൊക്കെ അനർത്ഥങ്ങളാവും ഉണ്ടാവുക. നേരം പുലരാനായി കാത്തിരുന്നു. പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരത്തെ തന്നെ അവിടെ എത്തി. കാർന്നോരെ കുളിപ്പിച്ചു, ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവന്റെ വരവിനായി കാത്തിരുന്നു. കാറ് റോഡിൽ പാർക്ക് ചെയ്ത് താക്കോൽ കയ്യിലോട്ട് കറക്കി അവൻ വരുന്നതിനിടയിൽ, മോനെ ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറയാനുള്ളത്? ആ കുട്ടി വിവാഹിതയും 2 മക്കളുടെ അമ്മയുമല്ലേ? അതിന്റെ ഭർത്താവില്ലാത്തപ്പോൾ മോൻ ഇവിടെ വരുന്നത് ശരിയാണോ? താൻ കാർന്നോരെ നോക്കാൻ വന്നെങ്കിൽ അത് ചെയ്താൽ മതി. ഭാരിച്ച കാര്യങ്ങൾ തലയിലേറ്റണ്ട കേട്ടോ. കരണിത്തിട്ട് ഒരടിയും തന്നിട്ട് അവൻ മുറിയിലേക്ക് പോയി. കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു. ആരിൽ നിന്നും ഇതുവരെ അടിയൊന്നും വാങ്ങിച്ചിട്ടില്ല. ചെയ്യാത്ത തെറ്റിനു കിട്ടിയ അടിയാണിത്. ശമ്പളം വാങ്ങിയിട്ട് ഈ ജോലി നിർത്താം. ഇനി ഇവിടെ തുടരാനാവില്ല. പിറ്റേന്ന് ശമ്പളം വാങ്ങാനായി ചെന്നപ്പോൾ മരുമകളും കാമുകനും കൂടി എന്നെ റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോയി. കൈയും കാലും കെട്ടിയിട്ടു. അവളുടെ വസ്ത്രം അവിടെ ഇവിടെയായി കീറി ഇട്ടു. കുറച്ചു കഴിഞ്ഞ് പോലീസ് എത്തി. കാമുകൻ മാറിക്കളഞ്ഞു. FIR-ൽ എഴുതിയിരിക്കുന്നത് 60 വയസ്സുള്ള മധ്യവയസ്കൻ 30 വയസ്സുകാരിയെ ഭർത്താവ് കൂടെയില്ല, അന്യ നാട്ടിലാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി ജയിലിൽ അടച്ചു. മക്കൾ ജാമ്യത്തിനായി പല ആളുകളെയും പോയി കണ്ടു. പക്ഷേ ജാമ്യം കിട്ടിയില്ല. എത്രയും പെട്ടെന്നാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒരിക്കൽ പോലും നമ്മൾ കരുതാത്തതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. എൻ്റെ മകളുടെ പ്രായമുള്ള ഒരുത്തിയാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നത്. ഇതുപോലെ എത്ര നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടായിരിക്കും? വേദനയോടെ അയാൾ ഓർക്കുകയായിരുന്നു.